വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരം, വിർച്വൽ ക്വാർട്ടർ ഫൈനൽ. തോറ്റാൽ ടീം പുറത്താണ്. വലിയ ടോട്ടൽ പിന്തുടർന്ന ഇന്ത്യക്ക് ഒരു വശത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. പരാജയം മണത്ത നിമിഷങ്ങൾ. പക്ഷേ മറുവശത്ത് അസാമാന്യമായ മനക്കരുത്തോടെ അയാൾ ടീമിനെ മുന്നോട്ട് നയിച്ചു. അവിശ്വസനീയമായ ഒരു ഇന്നിങ്സ്. ഇന്ത്യയെ വിജയതീരം അണയിക്കും വരെ അയാൾ ക്രീസിൽ തുടർന്നു. ഓപ്പണറായി ഇറങ്ങി 50 പന്തിൽ പുറത്താവാതെ 97 റൺസ്. ഇന്ത്യ സെമിയിൽ. സ്വപ്നതുല്യമായിരുന്നു ആ ഇന്നിങ്സ്. രാജ്യം സഞ്ജുവിനായി ആർത്തു വിളിച്ചു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തൊപ്പിയൂരി അയാൾക്ക് മുന്നിൽ ശിരസ്സു നമിച്ചു. ആ പ്രയാണം അവിടെയും തീർന്നില്ല. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ 42 പന്തിൽ 89 റൺസ്. ഒടുവിൽ ഫൈനലിൽ ന്യൂസിലാൻഡിനെ നിലം തൊടിക്കാതെ നേടിയ 46 പന്തിലെ 89. ഡെക്കൗട്ടിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിർവികാരനായിരുന്ന സഞ്ജു ദിവസങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ. രാജ്യത്തിൻ്റെ സൂപ്പർ ഹീറോ. T20 ലോകകപ്പിൽ ടൂർണമെൻറ്റിലെ താരം. ഈ കുറിപ്പെഴുതുമ്പോഴും വാഴ്ത്തുപാട്ടുകൾ നിലയ്ക്കുന്നില്ല. ഇതയാൾ 1-2 ആഴ്ചകൾ കൊണ്ട് നേടിയതല്ല. 3 ഇന്നിങ്സുകളുടെ തിളക്കമല്ല ഈ നേട്ടത്തിനുള്ളത്. തിരിഞ്ഞു നോക്കൂ, ഒരു പതിറ്റാണ്ടിലേറെയായി ആ മനുഷ്യൻ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ വിജയമാണിത്. അയാളുടെ മനക്കരുത്തിൻ്റെ വിജയം. സഞ്ജു വിശ്വനാഥ് സാംസൺ. അയാളൊരു മലയാളിയാണ്, പോരാളിയാണ്.